വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം മെത്രാപ്പോലിത്ത കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഉപരാഷ്ട്രപതി ക്ഷേത്രത്തിലെത്തിയത്. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള ടെൻഡർ ഉടൻ നൽകുമെന്നും മന്ത്രി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് അതീവ രഹസ്യമായി മൊഴിയെടുത്തത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP തൃശൂരിൽ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന അശാസ്ത്രീയമായ നയങ്ങൾ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ബുധനാഴ്ച നടക്കുന്ന പൊതുപണിമുടക്കിലും പങ്കെടുക്കുന്നതിനാൽ തുടർച്ചയായി 2 ദിവസം സർവീസ് മുടങ്ങും. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് ബസ് ഉടമകളുടെ സംയുക്ത സംഘടന പ്രസ്താവിച്ചു. ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അരനൂറ്റാണ്ടിലേറെ സഭയെ നയിച്ച മാർ അപ്രേം 70ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പാണ് ആർച്ച് ബിഷപ്പ് പദവിയൊഴിഞ്ഞത്. 54 വർഷം ആർച്ച് ബിഷപ്പായിരുന്നു. 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേം 28-ാം വയസ്സിലാണ് എപ്പിസ്കോപ്പ ആയത്. അതേ വർഷം തന്നെ മെത്രാപ്പോലീത്തയുമായി. തൃശൂർ CMS സ്കൂളിലും തുടർന്ന് കാൽഡിയൻ സിറിയനിലും പഠിച്ച അദ്ദേഹം സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കി. 1961 ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി. 1965 വൈദിക പട്ടം സ്വീകരിക്കുന്നത്. വിശുദ്ധ ഫലിതങ്ങൾ, ലാഫ് വിത്ത് ദി ബിഷപ്പ് തുടങ്ങിയ ഫലിത പുസ്തകങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒട്ടേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു മാർ അപ്രേം. TCV തൃശൂർ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കനത്ത മഴ കാരണം രാവിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. തുടർന്ന് ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി. കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉപരാഷ്ട്രപതി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര ദർശനം നടത്തിയ ഉപരാഷ്ട്രപതി കൊച്ചിയിലേക്ക് മടങ്ങി. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള ടെൻഡർ ഉടൻ നൽകുമെന്നും വിശദമായ പ്ലാൻ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ KSRTC സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലെ കെട്ടിടവും മുൻവശത്തുള്ള ഗ്യാരേജും പൊളിച്ചു മാറ്റും. പെട്രോൾ പമ്പിന് നൽകിയ സ്ഥലം കുറച്ച് തിരിച്ചെടുത്ത് വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കും. ഇരുവശത്തു കൂടിയും ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയും നിലവിലെ വഴിയിലൂടെ തന്നെ വാഹനങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 9.5 കോടി രൂപ ചിലവഴിച്ചാണ് സ്റ്റാൻഡിന്റെ നവീകരണം. സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തും വെയിറ്റിംഗ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. കോർപ്പറേഷന്റെ അനുവാദത്തോടെ പരമാവധി പുറകോട്ട് മാറ്റി 3 നിലകളിലായിട്ടാണ് ബസ് സ്റ്റേഷൻ പണിയുന്നത്. പഴയ ഗ്യാരേജ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ 50 ലക്ഷം കൂടി തരാമെന്ന് MLA ഉറപ്പു നൽകിയതായും മന്ത്രി പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ KSRTC MD കെട്ടിടം പൊളിക്കാനുള്ള അനുമതി നൽകും. അടുത്ത തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഇത് പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ നൽകുമെന്നും ടെൻഡർ നൽകി 45 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ബസ് സ്റ്റേഷൻ നവീകരണത്തിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നവകേരള ഫണ്ടിൽ നിന്ന് ലഭിച്ച 7 കോടി രൂപയും അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപയും അങ്ങനെ 9.5 കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. ഈ നിൽക്കുന്ന ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ഈ ഫ്രണ്ടിലുള്ള ഗ്യാരേജും പൊളിച്ചു മാറ്റും.
ഈ പമ്പിലേക്ക് കയറുന്നിടത്ത് ഈ എൻട്രൻസ് വളരെ അടച്ചു കളഞ്ഞു. പമ്പിന് കൈമാറി ഇത്രയധികം സ്ഥലം പമ്പിന് കൈമാറേണ്ട കാര്യം കേരളത്തിൽ എവിടെയും അങ്ങനെ കൈമാറിയിട്ടില്ല. ഇതൊരു വാല്യുബിൾ ലാൻഡാണ്. പക്ഷേ ആ പമ്പിന് കൊടുത്തതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ എടുക്കും വണ്ടി കയറി വരാൻ വേണ്ടിയിട്ട്. നാളെയും മറ്റന്നാളുമായിട്ട് ഇത് പൊളിക്കാനുള്ള അനുമതി നൽകും KSRTCക്ക്. അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ KSRTC ഇത് പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ വിളിക്കും. ആ ടെൻഡറിൽ പങ്കെടുക്കുന്ന ആൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പൊളിക്കണം. പൊളിച്ചില്ലെങ്കിൽ ഫൈൻ ക്ലോസ് ഉണ്ട്, ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും. അപ്പോൾ മേയറുമായിട്ട് സംസാരിച്ചത് ഈ പൊളിക്കുന്ന സമയത്ത് ഈ ബസ് സ്റ്റേഷനെ ഒന്ന് മാറ്റി ഷിഫ്റ്റ് ചെയ്യണം. 1300ഓളം വണ്ടികൾ ഒരു ദിവസം വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തുനിന്നുമായിട്ട് ഇവിടെ പ്രവേശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് കണക്കാക്കി ഒരു സ്ഥലം കോർപ്പറേഷൻ തരാം എന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സമ്മതിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് പൊളിച്ചു മാറ്റുമ്പോൾ ഇക്കണ്ടവാര്യർ റോഡിൽ സ്റ്റാൻഡിന്റെ പണി പൂർത്തിയാകുന്നതുവരെ പകരം സംവിധാനമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കണ്ടവാര്യ റോട്ടിൽ ഒരു 4 ഏക്കർ ഭൂമി തൽക്കാലം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചു കഴിഞ്ഞാൽ തൽക്കാലം KSRTCയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തും വരെയുള്ള കാലത്ത് നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വളരെ ആക്ഷൻ പ്ലാനാണ്, കൃത്യമായ സമയത്തിനകത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്ലാനും പദ്ധതിയുമാണ് തയ്യാറാക്കി നമ്മുടെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരിക്കും സ്റ്റാൻഡിന്റെ ഡിസൈൻ എന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി 3 KSRTC ഇലക്ട്രിക് വാഹനങ്ങൾ അനുവദിക്കാമെന്ന് മന്ത്രി സമ്മതിച്ചതായും തൃശ്ശൂർ റൗണ്ട് ചുറ്റി പുത്തൂരിലേക്ക് ഡബിൾ ഡക്കർ ബസ് വേണമെന്ന ആവശ്യവും ഗതാഗത മന്ത്രിയെ മന്ത്രി രാജൻ ധരിപ്പിച്ചു. 3 ഇലക്ട്രിക്കൽ ബസ്സുകൾ KSRTC ഇറക്കാൻ വേണ്ടി അവിടെ അതിനകത്തേക്ക് മാത്രം, അതായത് ടിക്കറ്റ് എടുത്ത 300 ഏക്കർ ഭൂമി കറങ്ങി വരണമെങ്കിൽ ഇപ്പോൾ ഇട്ട പാതയനുസരിച്ച് നടക്കാൻ 6 കിലോമീറ്റർ ഉണ്ട്. പാർക്കിൻ്റെ ആകാശപാത കാണാൻ പറ്റുന്ന ഒരു ഡബിൾ ഡക്കർ ബസ് നമുക്ക് അനുവദിക്കണമെന്ന കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മന്ത്രി ആ കാര്യം പോസിറ്റീവായി എടുത്തു. ബസ് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ തുടർന്ന് ഏത് സൗകര്യത്തിലാണോ പറ്റുക എന്നുള്ളത് കൂടി നോക്കണം. പക്ഷേ തത്വത്തിൽ മനസ്സുകൊണ്ട് മന്ത്രി ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട്. 2ാം ഘട്ടം എന്ന നിലയിൽ റെയിൽവേയും KSRTCയുമായി ബന്ധപ്പെടുത്തി സ്കൈവാക്ക് നിർമ്മിക്കുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. ഇതിന്റെ നിർമ്മാണത്തിന് സ്വകാര്യ പങ്കാളിത്തവും CSR ഫണ്ടും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാറും പറഞ്ഞു. KSRTCക്ക് പുതിയ വണ്ടികൾ ഈ മാസം മുതൽ എത്തിത്തുടങ്ങും. GPS സംവിധാനം വരുന്നതോടെ ബസ്സുകൾ എവിടെ എത്തിയെന്നറിയാനാകുമെന്നും KSRTC സ്റ്റാൻഡുകളിൽ പാർട്ടിക്കൊടി സ്ഥാപിക്കുന്നതിനോട് തനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ലെന്നും ഇക്കാര്യം കോടതിയുടെ പരിഗണനയിലാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC സ്റ്റാൻഡ് സന്ദർശനത്തിന് മുന്നോടിയായി രാമനിലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി രാജൻ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് മൊഴിയെടുത്തത്. തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായാണ് മൊഴി രേഖപ്പെടുത്തിയത്. ADGP H വെങ്കിടേഷ് ഉടൻ റിപ്പോർട്ട് നൽകിയേക്കും. പൂരം നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് എത്തിയത്, ആരാണ് പൂരം അലങ്കോലമായതിനെക്കുറിച്ച് അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് സുരേഷ് ഗോപിയിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞതെന്നാണ് വിവരം. BJP പ്രവർത്തകരാണ് പൂരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന വിവരം കൈമാറിയതെന്നാണ് സുരേഷ് ഗോപി മൊഴി നൽകിയതെന്നാണ് സൂചന. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഉടൻ തന്നെ റിപ്പോർട്ട് കൈമാറിയേക്കും. കേരളത്തിലെ ആരോഗ്യരംഗം താറുമാറാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ ആശുപത്രി മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും നേതാക്കളും സ്വരാജ് റൗണ്ടിൽ ഗതാഗതം സ്തംഭിപ്പിച്ചു. BJP പ്രവർത്തകരും നേതാക്കളും അണിനിരുന്ന മാർച്ച് തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുൻപിലെത്തിയതോടെ ആശുപത്രി കവാടത്തിന് മുൻപിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് മാർച്ച് തടഞ്ഞു. BJP പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടുകയും ബാരിക്കേഡുകളിൽ കയറി പ്രതിഷേധം കടുപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് പ്രവർത്തകരും നേതാക്കളും ആശുപത്രി കവാടത്തിന് മുൻപിലായി സ്വരാജ് റൗണ്ടിൽ നിരന്നിരുന്ന് റോഡ് ഉപരോധിച്ചു. BJP ജില്ലാ പ്രഭാരി MV ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയുമായി കൈകോർത്ത് സർക്കാർ മേഖലയെ തകർക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രമമെന്ന് MV ഗോപകുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാതായിട്ടും ഉപകരണങ്ങൾ പണിമുടക്കിയിട്ടും അതിനെതിരെ ശബ്ദമുയർത്താൻ UDF തയ്യാറാകാത്തതിന് കാരണം LDF UDF ഒത്തുകളിയാണെന്നും MV ഗോപകുമാർ ആരോപിച്ചു. മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ട് ഡോക്ടർ ഭീം ജയരാജ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. BJP മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, അശ്വിൻ വാര്യർ,
MR വിശ്വൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേതാക്കളെയും പ്രവർത്തകരെയും ടൗൺ ഈസ്റ്റ് പോലീസ് SHO MJ ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് അരമണിക്കൂറോളം സ്തംഭിച്ച സ്വരാജ് റൗണ്ടിലെ ഗതാഗതം സാധാരണ നിലയിലായത്. TCV തൃശൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ച് ടാണ മാവേലി സ്റ്റോറിന് മുൻപിൽ മെയിൻ റോഡിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ഉണ്ണികൃഷ്ണൻ, കൃപേഷ് ചെമ്മണ്ട, KP ജോർജ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാക്കുളം, ജില്ലാ ഭാരവാഹികളായ PS അനിൽകുമാർ, സിബിൻ, വിദ്യാസാഗർ, അജിഷ് പൈക്കാട്ട്, റിമ പ്രകാശ്, ഷെൽവൻ മണക്കാട്ടുപടി എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ മാവിൻ ചുവടിൽ ഓട്ടു കമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. ലക്ഷ്മി ദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തൊഴിലാളികൾ ഇല്ലാത്ത സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പകൽ സമയത്ത് 15 തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്ന പ്രദേശത്താണ് അപകടമുണ്ടായത്. 120 അടിയോളം ഉയരമുള്ള പുകക്കുഴലിന്റെ 20 അടിയോളം മാത്രമാണ് അവശേഷിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം, വില്ലേജ് പോലീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. തലൂരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്കു സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്നുവിട്ടു. പിന്നീട് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ടോൾ പ്ലാസയിൽ സംഘടിച്ചു നിന്നു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, CL ജോയ്, CT ജോഫി, CR വത്സൻ, ജെയ്സൺ മാണി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. വയസ്സായി കഴിഞ്ഞാലും PhD എടുക്കുന്നതിന് അതൊരു ബുദ്ധിമുട്ടല്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിയ ഒരു വ്യക്തിത്വം കൂടിയിട്ടാണ് നമ്മുടെ തിരുമേനി. ആഗോള സഭാ അധ്യക്ഷൻ ഇപ്പം ഇറാഖിലാണ്. ഞങ്ങളുടെ സഭയുടെ ആസ്ഥാന മന്ദിരം ഇറാഖിലാണ്. ഇറാഖിൽ നിന്ന് പുറപ്പെടാനായിട്ട് നമ്മുടെ ആഗോള അധ്യക്ഷൻ ഇപ്പോൾ ഇറാഖിലില്ല, അതിന് പകരം കാനഡയിലാണ്. അതുകൊണ്ട് കാനഡയിലായതുകൊണ്ട് അദ്ദേഹത്തിന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് മറ്റ് സിനഡ് മെമ്പേഴ്സ് ഓസ്ട്രേലിയയിൽ നിന്നും ലണ്ടനിൽ നിന്നും വരുന്നുണ്ട്. അവർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. തലയ്ക്കും കണ്ണിനും മറ്റും പരിക്കേറ്റ കടുവയ്ക്ക് ഇന്നു മുതൽ ചികിത്സ തുടങ്ങി. സുവോളജിക്കൽ പാർക്കിലെയും വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർമാരുടെയും നേതൃത്വത്തിലാണ് ചികിത്സ നടത്തുന്നത്. ഇന്നലെ രാത്രി എത്തിച്ച കടുവ ക്ഷീണിതനാണെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ പറഞ്ഞു. ഒരാഴ്ചയോളം ഐസൊലേഷൻ കൂട്ടിൽ കടുവയെ നിരീക്ഷിക്കും. പുതിയ കടുവ എത്തിയതോടെ സുവോളജിക്കൽ പാർക്കിലെ കടുവകളുടെ എണ്ണം 5 ആയി. നിലവിൽ 3 പെൺകടുവയും 2 ആൺകടുവയുമാണ് ഉള്ളത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായില്ല.
എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറം തിരുത്തൂർ സ്വദേശി കളത്തിപ്പറമ്പിൽ 62 വയസ്സുള്ള രാജുവിനെയാണ് അപകടത്തിൽ കാണാതായത്. ജൂൺ 29 രാത്രിയിലായിരുന്നു അപകടം. സംഭവം നടന്ന് 7 ദിവസം കഴിഞ്ഞിട്ടും രാജുവിനെ കണ്ടെത്താനായിട്ടില്ല. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും തീരദേശ പോലീസും മറൈൻ പോലീസും പുഴയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. മഴയും പുഴയിലെ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. രാജുവിനോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന വിനു നീന്തി രക്ഷപ്പെട്ടിരുന്നു. 1 മാസത്തിനിടയിൽ കോട്ടപ്പുഴയിലുണ്ടായ രണ്ടാമത്തെ വഞ്ചി അപകടമാണ് ഇത്. നേരത്തെ മണൽ വഞ്ചി മറിഞ്ഞ് 2 തൊഴിലാളികൾ മരിച്ചിരുന്നു. ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. ചാവക്കാട് ആശുപത്രി റോഡിൽ കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ പാടത്ത് ഇന്ന് രാവിലെ 7-നായിരുന്നു അപകടം. ഓട്ടോറിക്ഷ തെന്നി പാടത്തേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു. ബ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. CPI തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 10 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കും. വ്യാഴാഴ്ച റെഡ് വളണ്ടിയർ മാർച്ച്, പൊതുസമ്മേളനം എന്നിവ നടക്കും. 11 മുതൽ 13 വരെയുള്ള തീയതികളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. 395 പേർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിനു മുന്നോടിയായി KP സന്ദീപ് ക്യാപ്റ്റനായി പതാക ജാഥയും, KF ജയ ക്യാപ്റ്റനായി ബാനർ ജാഥയും, T പ്രദീപ് കുമാർ ക്യാപ്റ്റനായി കൊടിമര ജാഥയും നടക്കും. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KK വത്സരാജ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്ന് തന്നെ വൈകിട്ട് കൊടുങ്ങല്ലൂരിൽ വെച്ച് ഫാസിസ്റ്റ് വിരുദ്ധ സെമിനാറും സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 3-ാം തീയതി ഏറിയാട് വെച്ചിട്ട് കടൽമണൽ ഖനനവും പാരിസ്ഥിതിക ആഘാതങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു മറ്റൊരു സെമിനാറും സമ്മേളനത്തിൻ്റെ അനുബന്ധമായി സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 4-ാം തീയതി തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് മാധ്യമ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നലെ മുതൽ റവന്യൂ മന്ത്രി K രാജൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA, അഡ്വക്കേറ്റ് TR രമേശ് കുമാർ, TK സുധീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മേലൂരിൽ ഇന്നലെയുണ്ടായ മിന്നൽ ചുഴലിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. കല്ലുകുത്തി, പന്തൽപ്പാടം, മുള്ളൻപാറ, പിണ്ടാണി, പാലപ്പിള്ളി ഭാഗങ്ങളിലാണ് കനത്ത നാശം. 5 മിനിറ്റ് നേരം വീശിയടിച്ച കാറ്റിൽ ഏക്കർ കണക്കിന് കാർഷിക വിളകൾ നശിച്ചു. വർഷങ്ങളായി പല കുടുംബങ്ങളുടെയും ജീവിതോപാധിയായിരുന്ന ജാതി കൃഷിക്കാണ് കൂടുതൽ നാശം നേരിട്ടത്. 10ഓളം വീടുകൾക്കും കേടുപാടുകളുണ്ടായി. പിണ്ടാണിയിൽ പയ്യപ്പള്ളി വർഗീസിന്റെ ഷെഡിന്റെ മേൽക്കൂര പറന്ന് താഴെ വീണു. പറമ്പിലെ ജാതി, തേക്ക് എന്നിവ കടപുഴകി വീണു. ചാതയിലി ബാബു, പോളി എന്നിവരുടെ 50ഓളം പാകമാവാറായ ഏത്തവാഴ ഒടിഞ്ഞു വീണു. പദപ്പള്ളി രാജന്റെ തൊഴുത്തിൽ മേൽക്കൂരയായി കെട്ടിയിരുന്ന ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. മാനാടൻ ബിജുവിന്റെ വീടിന് മുകളിൽ പ്ലാവ് ഒടിഞ്ഞു വീണു. പാലപ്പിള്ളിയിൽ മേച്ചേരി മാർത്തിന്റെ വീട്ടിലെ 15 ജാതിമരം കടപുഴകി വീണു. തൊട്ടടുത്ത കൊരട്ടിക്കാരൻ ജോബിയുടെ പറമ്പിലെ 6 ജാതിമരവും നിലം പതിച്ചു. ആളുകളെല്ലാം വീടിനകത്തായിരുന്നതിനാൽ അത്യാഹിതങ്ങൾ ഒഴിവായി. പന്തൽപ്പാടത്ത് കിഴക്കിനിയേട്ടൻ പൈലന്റെ വീട്ടുപറമ്പിൽ ഉണ്ടായിരുന്ന 55-ൽ 52 ജാതിമരങ്ങളും കൂട്ടത്തോടെ നിലം പരിശായി. എൻ്റെ ആകെ ഞാൻ ജീവിച്ചുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ പോയി. ജാതി ഇനി 50 ജാതി ഉണ്ട്, 55 ജാതി ഉണ്ട്, ഇനി 3 ജാതി ഉണ്ട്, ബാക്കിയൊക്കെ പോയി. കരിഞ്ഞാമ്പള്ളി, പിണ്ടാണി പ്രദേശം മുഴുവൻ, മുള്ളംപാറ, എൻ്റെ വാർഡിൻ്റെ മുഴുവൻ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമാണ് ചുഴലിക്കാറ്റെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ്. ചെന്ന് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. മുഴുവൻ പോസ്റ്റുകൾ, എല്ലാ റോഡുകളും ബ്ലോക്കായിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. കാലം ചെയ്ത മാർ അപ്രേമിന്റെ ഭൗതിക ശരീരം തൃശൂരിൽ പൊതുദർശനത്തിന് വെച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. പറഞ്ഞോ. ഹലോ.
ഡെൽന, നമുക്കറിയാം രാവിലെ കാലം ചെയ്ത മാർ അപ്രേം മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ അരമനയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം രാവിലെ സൺ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം കാലം ചെയ്തത്. തുടർന്ന് അവിടെ നിന്നും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് മൃതശരീരം എംബാം ചെയ്യാൻ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്ന സഭയുടെ ആസ്ഥാനമായ സഭാ അരമനയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം ഈ അരമനയ്ക്ക് ഉള്ളിലുണ്ട്. പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. ഒരു 2 മണിക്കൂറിന് ഉള്ളിൽ പൊതുദർശന ചടങ്ങ് ആരംഭിക്കും. അത് സഭാ ആസ്ഥാനത്തിനോട് ചേർന്നിട്ടുള്ള വലിയ പള്ളിയിലാവും പൊതുദർശന ചടങ്ങുകൾ നടക്കുക. ഇന്ന് വൈകിട്ട് ആരംഭിക്കുന്ന പൊതുദർശന ചടങ്ങ് നാളെയും മറ്റന്നാളും വലിയ പള്ളിയിൽ തന്നെ തുടരും. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ പള്ളിയിൽ ശുശ്രൂഷകൾ നടക്കും. ഒപ്പം തന്നെ സംസ്കാര ശുശ്രൂഷ 10 മണിക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 11 മണിക്ക് നഗരി കാണിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് 1 മണിക്കാണ് കുരുവിളയച്ചൻ പള്ളിയിൽ, അതായത് സഭാ ആസ്ഥാനത്തിനോട് ചേർന്നുള്ള വലിയ പള്ളിയോടും ചേർന്നിട്ടുള്ള മുൻപ് കാലം ചെയ്തിട്ടുള്ള തിരുമേനിമാരെ അടക്കം ചെയ്തിട്ടുള്ള കുരുവിളയച്ചൻ പള്ളിയിൽ ഇപ്പോഴത്തെ കാലം ചെയ്ത മാർ അപ്രേം മെത്രാപ്പൊലീത്തയ്ക്കും അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യമൊരുക്കും. അവിടെയുള്ള കല്ലറയിലായിരിക്കും അദ്ദേഹത്തിനെ സംസ്കരിക്കുക. ഇത് 1 മണിക്കായിരിക്കും നടക്കും. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അനുശോചന സമ്മേളനവും നടക്കും. എന്തായാലും ഈ അരമനയിൽ ഇപ്പോൾ നിരവധിയാർന്ന സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗത്തെ ഒക്കെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തി സഭയെയും സഭാമക്കളെയും ഒപ്പം തന്നെ അദ്ദേഹത്തിനുള്ള അന്തിമ ഉപചാരവും അർപ്പിച്ച് മടങ്ങുകയാണ്. നിരവധി നേരത്തെ നമ്മൾ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഒരു അനുശോചനം എടുക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് മാർ അപ്രേം മെത്രാപ്പൊലീത്ത എന്ന് കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യൻ എന്നായിരുന്നു. അതായത് ആത്മീയതയ്ക്കും ആത്മീയ നേതാവിനും അപ്പുറം, അല്ലെങ്കിൽ ഒരു സഭാ അധ്യക്ഷനും അപ്പുറത്തേക്ക് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. നല്ല ഒരു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കാരണം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തുകയും സാമുദായിക ഐക്യത്തിനും ഒപ്പം തന്നെ സമൂഹത്തിനും വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് എപ്പോഴും സമൂഹത്തിൻ്റെ നടുവിൽ തന്നെ അദ്ദേഹം എന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയൊരു മനുഷ്യനെയാണ് ഇപ്പോൾ തൃശ്ശൂരിന് നഷ്ടമായത്. ഇത് സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, എല്ലാ സഭകൾക്കും ഇത് വലിയൊരു നഷ്ടം കൂടിയാണെന്നാണ് തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാർ അപ്രേം തിരുമേനിയെ അനുസ്മരിച്ചത്. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇപ്പോൾ നേരത്തെ ഈ സഭാ അധ്യക്ഷൻ, അതായത് സുറിയാനി സഭയുടെ നിലവിലെ അധ്യക്ഷനായ മാർ ഔഗീൻ കുര്യാക്കോസും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ അന്തിമ ശുശ്രൂഷയ്ക്കും കബറടക്ക ശുശ്രൂഷകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയത്. അദ്ദേഹവും പറയുന്നത് എല്ലാ രംഗത്തും, അതായത് സാമൂഹിക സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും എല്ലാം നിറസാന്നിധ്യമായിരുന്ന മാർ അപ്രേം സഭയുടെ ചരിത്രം കൂടിയാണ്. അതായത് മാർ അപ്രേം എന്ന് കഴിഞ്ഞാൽ സഭയുടെ ചരിത്രം എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അത്തരത്തിൽ സഭയുടെ ചരിത്രം കൂടിയാണ് ഇവിടെ ഇനി ഓർമ്മിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ഔഗീൻ കുര്യാക്കോസ് അദ്ദേഹം മാർ അപ്രേം തിരുമേനിയെ അനുസ്മരിച്ചത്. എന്തായാലും വലിയ രീതിയിൽ ഉള്ള ഒരു നഷ്ടം ഇപ്പോൾ സാംസ്കാരിക നഗരിക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നിരവധിയാർന്ന ആളുകൾ ഇപ്പോൾ സഭാ ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുൻ മന്ത്രി VS സുനിൽകുമാർ അടക്കമുള്ളവർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിന് സഭാ ആസ്ഥാനത്തെത്തി അനുശോചനം രേഖപ്പെടുത്തി മടങ്ങുന്നു. എന്തായാലും നാളെയും ഇന്ന് വൈകിട്ടോടുകൂടി വലിയ പള്ളിയിൽ തുടങ്ങുന്ന പൊതുദർശനം നാളെയും മറ്റന്നാളും തുടർന്ന് വ്യാഴാഴ്ച രാവിലെ വരെ തുടരും. 11 മണിയോടുകൂടി നഗരി കാണിക്കൽ, തുടർന്ന് 1 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ നടന്ന് കുരുവിളയച്ചൻ പള്ളിയിൽ സംസ്കാരം നടക്കും. തുടർന്ന് 3 മണിക്ക് അനുശോചന യോഗവും. ഇങ്ങനെയാണ് ഇപ്പോൾ മാർ അപ്രേം മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സഭാ ആസ്ഥാനത്ത് നിന്നും നൽകുന്ന വിവരങ്ങൾ. എന്തായാലും നിരവധി പേർ ഇപ്പോൾ ഇവിടെ ആസ്ഥാനത്തേക്ക് എത്തി, അരമനയിലേക്ക് എത്തി അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഡെൽന. കാലം ചെയ്ത മാർ അപ്രേമിന്റെ ഭൗതിക ശരീരം മാർത്താമറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിനായി വയ്ക്കും. ഇന്നും നാളെയും മറ്റന്നാളും പൊതുദർശനം തുടരുന്നതാണ്.
വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്. ഇടവേളയിലേക്ക്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി DMO ഓഫീസ് മാർച്ച് നടത്തി. മാർച്ച് DMO ഓഫീസിനെ 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിട്ട് റീത്തുമായി പോലീസ് നിര ഭേദിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ വീണ ജോർജ് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഗവൺമെന്റ് ആശുപത്രികളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ജോൺ ഡാനിയൽ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷെറിൻ തേർമണം, ജോഫിൻ ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറിമാരായ അനീഷ ശങ്കർ, അസീസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പാവറട്ടിയിൽ നിന്നും കാഞ്ഞാണിയിലേക്കുള്ള പൊതുമരാമത്ത് റോഡിലെ അപകടക്കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. ഏറെ തിരക്കുള്ള ഈ പൊതുമരാമത്ത് റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ചെറിയ വാഹനങ്ങൾ കുഴിയിൽ വീണും അപകടമുണ്ടാകുന്നു. മുല്ലശ്ശേരി സെന്ററിനോട് ചേർന്നുള്ള റോഡിലെ വലിയ കുഴികൾ മൂലം തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ വലിയ ഗതാഗത കുരുക്കാണ് രൂപപ്പെടുന്നത്. വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനും അധ്യാപകനുമായ അജിത് പ്രസാദ് പറഞ്ഞു. പല ബൈക്ക് യാത്രക്കാരും ഈ കുഴികളിൽ വീണ് പരിക്ക് പറ്റുന്നു. വളരെ തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. ഒരു വാഹനം കൊണ്ട് പുറത്തിറങ്ങിയാൽ മുല്ലശ്ശേരി സെൻറ്ററിൽ പലപ്പോഴും കാഞ്ഞാണി സെൻറ്ററിനേക്കാൾ വലിയ ഗതാഗത കുരുക്കുകൾ പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ മെയിൻ റോഡിൻ്റെ പൂർണ്ണമായ തോതിലുള്ള ടാറിങ് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. മുല്ലശ്ശേരി സെന്ററിന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലെ കുഴികൾ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ദുരിതമാകുന്നുണ്ട്. കരുവന്തല സെന്ററിനോട് ചേർന്നും ഏണമാവ് കടവ് സ്റ്റോപ്പിലും റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിലെ വലിയ കുഴികളിൽ വീഴാതിരിക്കാൻ ചെറുവാഹനങ്ങൾ വലതുഭാഗത്തേക്ക് എടുക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ MLAയുടെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടെങ്കിലും ഇപ്പോഴും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പൊതുമരാമത്ത് റോഡിലെ അശാസ്ത്രീയമായ ടാറിംഗ് മൂലം വളരെ പെട്ടെന്ന് ടാറിംഗ് അടർന്ന് മെറ്റൽ പുറത്തായ നിലയിലാണ്. യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലെമൻ ഫ്രാൻസിസും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മുല്ലശ്ശേരിയും പറഞ്ഞു. ഒരു MLA ഒരു നിരുത്തരവാദപരമായി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത്
ആ പഞ്ചായത്തിൽ ഈ കുഴികൾ തൂർക്കാനോ ഈ വലിയ കുഴി ഈ ആളുകൾ വീണ് ഉണ്ടാകുന്ന അപകടം ഇല്ലാതാക്കാനോ ഉള്ള ഒരു ശ്രമം ഒരു ടെലിഫോൺ കോൾ പോലും MLA അധികൃതർക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. വെങ്കിടങ് മുല്ലശ്ശേരി മേഖലയിലെ സഞ്ചാര ദുരിതത്തിന് പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. TCV ന്യൂസ്, പാവർട്ടി. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് കേരള കർഷക സംഘം വെങ്കിടങ്ങ് വെസ്റ്റ് മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൃഷി, കുടിവെള്ളം, വെള്ളക്കെട്ട് എന്നിവയ്ക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് 5.4 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് മുന്നോട്ടു പോകുന്നത്. കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KP ആലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. CPM വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ, PV അലി, KV മനോഹരൻ എന്നിവർ സംസാരിച്ചു. മായന്നൂർ പാലത്തിലെ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഒറ്റപ്പാലം നഗരസഭയെയും കൊണ്ടാഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ പാലമായ മായന്നൂർ പാലത്തിലെ തെരുവ് വിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. നിരവധി തവണ ഒറ്റപ്പാലം നഗരസഭ അധികൃതർക്കും കൊണ്ടാഴി പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യമാണെന്നാണ് പരാതിക്കാർ കുറ്റപ്പെടുത്തുന്നത്. പൊതുജനങ്ങളെ അണിനിരത്തി സമരത്തിനൊരുങ്ങുവാനുള്ള തീരുമാനത്തിലാണ് ഒറ്റപ്പാലത്തെ കോൺഗ്രസ് പ്രവർത്തകർ. തെരുവുനായ ആക്രമണമടക്കം പൊതുജനങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ഭരണസമിതി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ കുറ്റപ്പെടുത്തി. മായന്നൂർ പാലത്തിന് മുകളിൽ പ്രഭാത സവാരിക്ക് വരുന്ന ആളുകളെ നായ്ക്കൾ സംഘം ചേർന്ന് കടിച്ച് പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ പേവിഷബാധയുള്ള നായകൾ വന്ന് കടിച്ച് വലിയ രീതിയിൽ പരിക്ക് പറ്റി ആളുകൾ ആശുപത്രിയിൽ, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമൊക്കെ ചികിത്സ തേടുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ലോകത്തിന് അഭിമാനമായിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. പാവറട്ടിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, സിജു പാവറട്ടി, CJ സ്റ്റാൻലി, OJ ഷാജിൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, LDF ഭരണസമിതിയുടെ ദുർഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് വടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രവീൺ പറങ്ങനാട്ട്, MR വിശ്വൻ, സന്തോഷ് കോലാരി, നന്ദകുമാർ, സൗമ്യ സുഭാഷ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് സുധാകരൻ എന്നിവർ സംസാരിച്ചു. വികസന മുരടിപ്പിനും ദുർഭരണത്തിനും ജനപ്രതിനിധികളോടുള്ള അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് വെങ്കിടങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് VK സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. മണലൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ്, ഫൈസൽ ഹമീദ്, ലിജി റോയ്, പഞ്ചായത്ത് അംഗങ്ങളായ RV മൊയ്നുദ്ദീൻ, NK വിമല തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ രാമവർമ്മപുരം സർക്കാർ വയോജന മന്ദിരത്തിലെ അന്തേവാസികൾ വിവാഹിതരായി. കൊടപ്പുള്ളി വീട്ടിൽ വിജയരാഘവൻ, മുഗൾക്കുടം വീട്ടിൽ സുലോചന എന്നിവരാണ് വിവാഹിതരായത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി Dr. R. ബിന്ദു ഇരുവരെയും ആശീർവദിച്ചു. കൈമാറും അങ്ങോട്ടാണ് കൈമാറും. വരയുടെ ലോകത്ത് ശ്രദ്ധ നേടി 13കാരൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവരാട്ട് മനീഷ് തൃശൂരിൽ നടത്തിയ ചിത്രപ്രദർശനം കാണാൻ നിരവധി പേരെത്തി. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശൂരിൽ പഠിക്കുന്ന ദേവരാട്ട് അക്രലിക് മീഡിയത്തിൽ 30ലധികം ചിത്രങ്ങൾ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. മണലൂർ സ്വദേശി മനീഷിന്റെയും ഡോക്ടർ സുബിതയുടെയും മകനാണ് ദേവരാട്ട്.
എളവള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം കേരള വനിതാ കമ്മീഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. 16 വാർഡുകളായി 218 കുടുംബശ്രീ യൂണിറ്റുകളാണ് ഉള്ളത്. എളവള്ളി പഞ്ചായത്തിൽ നിലവിലുള്ളത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ, ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, ബെന്നി ആന്റണി, ലീന ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ വനമഹോത്സവം സംഘടിപ്പിച്ചു. കവല ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് ഷെരീഫ്, വനപാലകൻ മിഥുൻ, കവല ഫോറസ്റ്റ് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ VR സുനിൽകുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക ഷൈനി ജോൺ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ SSLC USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ V മേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക CR റീമ, PTA പ്രസിഡന്റ് KA റാഫി, വാർഡംഗം ഷീമ ആന്റണി, പ്രിൻസിപ്പൽ KA ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ 28-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ ഓണത്തിന് പൂക്കളമൊരുക്കാൻ ചെണ്ടുമല്ലി കൃഷി ഇറക്കി. ആലിപ്പിരി ക്ഷേത്ര മൈതാനത്ത് നടത്തുന്ന കൃഷിയുടെ വിത്തിടൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ അസ്മത്ത് അലി അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് മാറ്റർ ശോഭന വാസു, ലിയോ തോമസ്, പ്രദീപ് ആലിപ്പിരി തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം, നീന്തൽ പരിശീലനം സമാപനവും വിവിധ മേഖലകളിൽ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിച്ച പ്രതിഭകളെയും അനുമോദിക്കലും നടന്നു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, തെക്കുംകര പഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, നീന്തൽ പരിശീലകൻ CR രാജൻ എന്നിവർ സംസാരിച്ചു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റഹ്മാൻ വാടാനപ്പള്ളി സാഹിത്യ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. മതിലകം പുന്നക്ക ബസാറിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരത്തിന് അർഹമായ ഇതം പരിമിതം എന്ന നോവലിന്റെ രചയിതാവ് VG തമ്പിക്ക് കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുരസ്കാരം സമ്മാനിച്ചു. ചങ്ങാതിക്കൂട്ടം വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താന അധ്യക്ഷത വഹിച്ചു. കവി E ജിനൻ റഹ്മാൻ വാടാനപ്പള്ളി അനുസ്മരണം നടത്തി. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച TK ഗംഗാധരനെയും വിവിധ മേഖലകളിൽ പുരസ്കാരം ലഭിച്ച ചങ്ങാതിക്കൂട്ടം അംഗങ്ങളെയും വിദ്യാഭ്യാസ മേഖലയിലെ മികവിനെ വിദ്യാർത്ഥികളെയും ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, നോവലിസ്റ്റ് സബ്ന നസീർ, TB സന്തോഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കവി സമ്മേളനം സുധീഷ് അമ്മവീട് ഉദ്ഘാടനം ചെയ്തു. PB സക്കീർ ഹുസൈന്റെ അധ്യക്ഷത വഹിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് 8-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിമല ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ഹൃദ്രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേഫ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ ബെന്നി ഐപ്പംപറമ്പിൽ, ആശാ വർക്കർ സുജാത ശശി, നിത്യ ബിജു, UG വാസന്തി, സൗമ്യ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. കടമ്പോട് ആനന്ദ കലാസമിതി വായനാശാലയിലെ വായന പക്ഷാചരണം സമാപിച്ചു. കേരള ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് സെക്രട്ടറി
NS വിദ്യാധരൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KV ഷൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം EH സഹീർ, മട്ടത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ നടന്ന കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന ട്രഷറർ ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ AK ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവാസി അഹമ്മദ് മുല്ലയെ ചടങ്ങിൽ ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. മുരിക്കുങ്ങൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആഗ്രഹം 40 വർഷത്തിനുശേഷം പൂവണിയുന്നു. മുരിക്കുങ്ങൽ പ്രദേശത്തെ സാമൂഹിക സേവന തൽപരരായ ഏതാനും പേർ മുൻകൈയെടുത്താണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ലബ്ബ് രൂപീകരിച്ച് സ്ഥലം വാങ്ങിയത്. വർഷങ്ങൾക്കിപ്പുറം പുതിയ തലമുറ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനിറങ്ങുകയും ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ച് കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബിജു കണ്ണൂക്കാടൻ കല്ലിടൽ ചടങ്ങ് നടത്തി. വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, സുലൈമാൻ പൊക്കാക്കില്ലത്ത്, സുബ്രൻ ഇല്ലിക്കൽ, മുരിക്കുങ്ങൽ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ടോണി പാറേക്കാടൻ, താളൂപ്പാടം മസ്ജിദ് ഇമാം കമറുദ്ദീൻ അഹ്സരി, മുരിക്കുങ്ങൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ട്രസ്റ്റി അംഗം കൃഷ്ണകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എരുമപ്പെട്ടി പഞ്ചായത്ത് യൂണിറ്റ് രൂപീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മൊയ്തുണ്ണി കോട്ടയിൽ അധ്യക്ഷനായി. യൂണിറ്റ് ഭാരവാഹികളായ PK അബ്ദുൽ മുത്തലിബ്, സെക്രട്ടറിയായി ഡെന്നി ചുങ്കത്ത്, MP കുര്യാക്കോസ്, KA ഹരീദലി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി വലപ്പാട് ബീച്ച് അത്താണി ശ്രീനാരായണ ലൈബ്രറിയുടെയും ശ്രീനാരായണ ക്ലബിന്റെയും നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായി. AK മൊയ്തീൻ, ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത്, ലാൽ കച്ചില്ലം, ഷീജ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സത്യൻ K അധ്യക്ഷത വഹിച്ചു. മുൻ MLA അനിൽ അക്കര, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, മണ്ഡലം പ്രസിഡന്റ് രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. MS സിദ്ധൻ അധ്യക്ഷനായി. S ബസന്ത്ലാൽ, KV പ്രദീപ് കുമാർ, റീന കരുൺ, NK പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗം ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുരിയച്ചിറ യൂണിറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഒരു വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി നേരത്തെ കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം റാഫേൽ ടോണി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ, വൈസ് പ്രസിഡന്റ് ജോളി ജോൺ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 17-ാം വാർഡിൽ BJP അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൺവീനർ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൗൺസിലർ രേഖ സൽപ്രകാശ്, KR വിദ്യാസാഗർ, ON ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഴീക്കോട് പേ ബസാർ യൂണിറ്റിന്റെ 25ാമത് വാർഷിക പൊതുയോഗം നടന്നു. 4 സീസൺ ഹാളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മജീദ് അലി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ P പവിത്രൻ, നിയോജക മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ, മണ്ഡലം ട്രഷറർ MB മുബാറക്, നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ ബീന എന്നിവർ സംസാരിച്ചു.
കൊടകര അഴകം യുവജന സംഘം വായനശാല കെ ദാമോദരൻ അനുസ്മരണം കവിയരങ്ങും സംഘടിപ്പിച്ചു. അധ്യാപിക ബീന സതീഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. അജിത സുരേഷ്, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം വി കുമാരി എന്നിവർ സംസാരിച്ചു. ആളൂർ രാജർശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സ്കൗട്ട് ആൻഡ് ഗൈഡ്സും സംയുക്തമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഹരിവിരുദ്ധ റാലി തുടങ്ങി നൃത്താവിഷ്കാരം എന്നിവ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ടെസി ചെറിയാൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS വോളണ്ടിയർമാർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ നൃത്തശില്പം അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥമുള്ള നോട്ട്ബുക്കിന്റെ വിതരണവും സൂംബ നൃത്തവും ഉണ്ടായി. കുന്നംകുളം ഇന്നർവീൽ ക്ലബ്ബ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. പെരുമ്പിലാവിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് മിനി മോൻസിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യ അതിഥിയായി. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ സുവർണ ജൂബിലി വർഷ മെറിറ്റ് ഡേ സമ്മേളനം നടന്നു. കേന്ദ്ര വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീബ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ PK പ്രസന്നൻ, യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി റാം എന്നിവർ സംസാരിച്ചു. നമ്മുടെ അസ്തിത്വത്തിന്റെ അഭിമാന ബോധത്തിന്റെ ഒരു അടയാളമായിട്ട് നിങ്ങളിത് നിങ്ങളുടെ മനസ്സോട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് PMSA പൂക്കോയ തങ്ങളുടെ അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്കർ അലി തങ്ങൾ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹസിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൽ മനാഫ്, മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ASM അൽത്താഫ് തങ്ങൾ, വെങ്കിടങ്ങ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MK ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ 4 തലമുറയുടെ ആയുർവേദ പൈതൃകത്തിലെ പാരമ്പര്യ വൈദ്യൻ CV മണികണ്ഠനെ ചാലിശ്ശേരി GCC ക്ലബ്ബ് ആദരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, എക്സിക്യൂട്ടീവ് അംഗം ബഷീർ എന്നിവർ ചേർന്ന് ആദരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സമാദരണ ചടങ്ങ് നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയേക്കൽ, ഹെഡ് മാസ്റ്റർ MK സൈമൺ, PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സമ്പന്നനായ നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ MK സൈമൺ. SNDP ഇരിമ്പ്രനെല്ലൂർ ശാഖയുടെ വാർഷിക യോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. വെങ്കിടങ്ങിൽ നടന്ന യോഗം ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇരിമ്പ്രനെല്ലൂർ ശാഖ പ്രസിഡന്റ് പ്രേമൻ പടിക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. സിന്ധു സജീവൻ മാമ്പുള്ളി, രാമചന്ദ്രൻ പത്തിയത്ത്, സ്റ്റൈലിഷ് രാജൻ കഴുങ്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കൽതായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം മെത്രാപ്പോലിത്ത കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഉപരാഷ്ട്രപതി ക്ഷേത്രത്തിലെത്തിയത്. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ. കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള ടെൻഡർ ഉടൻ നൽകുമെന്നും മന്ത്രി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് അതീവ രഹസ്യമായി മൊഴിയെടുത്തത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP തൃശൂരിൽ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.